ഏതായാലും താങ്കൾ അടിയന്തരമായി അവിടെ എത്തുമ്പോൾ നമുക്ക് പരമാവധി അവരുടെ സഹായ സഹകരണങ്ങൾ നൽകാൻ കൂട്ടായ ശ്രമം ഉണ്ടാകാം. ഏതായാലും അങ്ങോട്ട് തിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ വലിയൊരു ആശ്വാസം. അതാണ് ഇപ്പോൾ പല നേതാക്കളും അവരുടെ മറ്റു പരിപാടികളെല്ലാം ഉപേക്ഷിച്ച് അങ്ങോട്ടേക്ക് പോവുകയാണ്. ആശുപത്രിയിൽ സജ്ജീകരണങ്ങൾ തയ്യാറാക്കുന്നു. ആരോഗ്യമന്ത്രി തന്നെ നേരിട്ട് നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പൊള്ളലേറ്റെത്തുന്ന ആളുകളെ സഹായിക്കാനുള്ള ആ പരിസരത്തുള്ള ആശുപത്രികൾ തയ്യാറാണ്. തൊട്ടടുത്ത് മെഡിക്കൽ കോളേജുണ്ട്. അതിനുവേണ്ട സജ്ജീകരണങ്ങളൊക്കെ തയ്യാറാക്കാനുള്ള നിർദ്ദേശങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ ആളുകളെ ജീവനോടെ എത്തിക്കുക എന്ന വലിയ ദൗത്യം, വലിയ വെല്ലുവിളിയായി തന്നെ നമുക്ക് മുന്നിൽ നിൽക്കുകയാണ്. 8 പേരുടെ നില ഗുരുതരമാണ്. 3 പേർ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. പക്ഷേ ശ്രീ അനിൽ അക്കരയും അതുപോലെ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെയും വാക്കുകൾ കേൾക്കുമ്പോൾ ആളുകളുടെ ശരീരഭാഗങ്ങൾ കിട്ടി എന്നൊക്കെ പറയുമ്പോൾ അത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമായ സംഭവത്തിലേക്ക് ആണ് നമ്മളെ അതിൻ്റെ വാർത്തയാണ് നൽകാൻ കഴിയുന്നത്. ഒരിക്കലും ഉണ്ടാകില്ല എന്ന് നമ്മൾ പ്രതീക്ഷിച്ച, ഉണ്ടാകാതിരിക്കേണ്ടിയിരുന്ന ഒരു സംഭവം. ഒരുപക്ഷെ ഈ വലിയ ചൂടായിരിക്കാം ഇതിനെ കൂടുതൽ ഈ സ്ഫോടനത്തെ ഇത്രയും തീവ്രമാക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഉള്ള കാരണങ്ങളുണ്ടോ എന്നുള്ള അന്വേഷിക്കണം. കാരണം ഒരു സ്ഥിരം ഇത്തരം സാമഗ്രികൾ നിർമ്മിക്കുന്ന ആളുകളാണ്. സ്വാഭാവികമായും അതിന് വേണ്ട മുൻകരുതൽ എടുക്കാൻ എന്തൊക്കെ എടുക്കണമെന്ന് കൃത്യമായി അറിയുന്ന ആളുകളാണ്. അത് സ്വാഭാവികമായി എടുത്തിട്ടുണ്ടെന്ന പരിശോധന വരുന്നു. പ്രത്യേകിച്ച് ഈ തൃശ്ശൂർ പൂരം പോലെയുള്ള ഒരു ഉത്സവമാകുമ്പോൾ വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് പലപ്പോഴും അതിന് ഉണ്ടാകാറുണ്ട്. അത് ആസ്വദിക്കുന്നവർക്കറിയാം. അതുമായി ബന്ധപ്പെട്ട ജില്ല മുഴുവൻ ആളുകൾ ജാതി മത വ്യത്യാസങ്ങൾക്കപ്പുറത്ത് നിന്ന് ഒരു നാടിൻ്റെ ഉത്സവമായി കൊണ്ടു നടക്കുന്നതാണ് ഈ തൃശ്ശൂർ പൂരം. അപ്പോൾ എല്ലാവരുടെയും ആ ഒരു പൂർണ്ണ പങ്കാളിത്തമുള്ളൊരു സംഭവമാണ്. സ്വാഭാവികമായും എല്ലാ മുൻകരുതലുകളും എടുത്തിട്ടുണ്ടാകാം. പക്ഷേ നമുക്ക് തടയാനാകാത്ത വിധിയാണ് 3 പേരെ ഇപ്പോൾ നഷ്ടമാകുന്നൊരു സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നത്. നവമി, അപ്പോൾ കേൾക്കുന്നില്ല, അനിൽ അക്കരയുടെ വാക്കുകൾ കേട്ടു. അനിൽ അക്കരയ്ക്ക് ലഭിക്കുന്ന വിവരങ്ങളും അത്ര ശുഭകരമല്ല. പലരുടെയും ശരീരഭാഗങ്ങളാണ് അവിടെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ 3 പേർ മരിച്ചു എന്ന സ്ഥിരീകരണം വരുന്നു. ചിലരുടെ നില ഗുരുതരമാണ് എന്ന സ്ഥിരീകരണങ്ങൾ വരുന്നു. ശാല ഇനിയും പൊട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന ഇത് വരുന്നു. തുടർ സ്ഫോടനങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഇതിലും വലിയ സ്ഫോടനത്തിനുള്ള സാധ്യത അപ്പുറത്ത് നിലനിൽക്കുന്നു. അവിടെ കുടുങ്ങിക്കിടന്ന മനുഷ്യരെ രക്ഷിക്കാൻ രക്ഷാസംഘത്തിന് അങ്ങോട്ട് കടക്കാൻ പറ്റാത്ത സാധ്യത. ഫയർഫോഴ്സിനും അത്തരം പരിമിതികൾ, തുടർ സ്ഫോടനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ കുറച്ച് സമയമെടുത്താലും ആ രക്ഷാദൗത്യം പൂർത്തിയാക്കാൻ കഴിയും. പക്ഷേ നമുക്ക് എത്ര ജീവനുകൾ കൂടുതൽ രക്ഷിക്കാൻ കഴിയും എന്നതാണ് ഇനി നമുക്ക് മുന്നിലെ വലിയ വെല്ലുവിളി. അതിനാണ് എല്ലാ പ്രാർത്ഥനകളും എല്ലാ ശ്രമങ്ങളും ഈ ദൗത്യത്തിന് അതിനാണ് ഉള്ളത്. ഇപ്പോൾ മറ്റ് ആശുപത്രികളും സജ്ജമായി കഴിഞ്ഞു എന്നാണ് പറയുന്നത്. കൂടുതൽ വൈദ്യ രംഗത്ത് വിദഗ്ധരെ അങ്ങോട്ടേക്ക് എത്തിക്കേണ്ട സാഹചര്യമുണ്ടോ? എന്താണ് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെടുമ്പോഴൊക്കെ ലഭിക്കുന്നത് അത്ര നല്ല വിവരങ്ങളല്ല. എന്താണ് നവമി ഏറ്റവും അവിടെ നിന്ന് നമുക്ക് രക്ഷിക്കാൻ എത്ര പേരെ കഴിഞ്ഞു എന്ന അങ്ങനെ എന്തെങ്കിലും വാർത്ത നമുക്ക് നൽകാൻ കഴിയുമോ പ്രേക്ഷകർക്ക്? മനു, 6 ഫയർഫോഴ്സ് യൂണിറ്റുകളാണ് അങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. ഇവർ പരിശ്രമിക്കുകയാണ്, തീ അണയ്ക്കാൻ അതീവ പരിശ്രമം നടത്തുകയാണ്. കാരണം ഇപ്പോഴും അതിന്റെ ഉള്ളിൽ കൂടുതൽ ആളുകൾ അകപ്പെട്ടിട്ടുണ്ട് എന്നൊരു വിവരം തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവരെയും എത്രയും വേഗം രക്ഷിക്കുക എന്നത് തന്നെയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം. അതുകൊണ്ട് തന്നെയാണ് രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ അതൊരു വലിയ വെല്ലുവിളിയാണ്. അതിന്റെ ഉള്ളിൽ, അതായത് ഇപ്പോഴും ആ ശാലയിൽ പടക്കങ്ങൾ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. പലരുടെയും ശരീരഭാഗങ്ങൾ ചിതറിയ നിലയിലാണ്. 5 വെടിക്കെട്ട് പുരകളും കത്തി നശിച്ചു എന്ന ഒരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ഈ തുടർ സ്ഫോടനങ്ങളെ തുടർന്നാണ് ഈ 5 വെടിക്കെട്ട് പുരകളിലും ഇതെല്ലാം. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയൊരു പുക ഉയരുകയും തീ പടരാനും ഒക്കെ കാരണവും അത് തന്നെയാണ്. ഈ ആളുകളുടെ ശരീരങ്ങൾ ചിന്നിച്ചിതറിയ അവസ്ഥയിലാണ് അവിടെ നിന്ന് രക്ഷാപ്രവർത്തകർക്ക് കാണാനായി സാധിച്ചത്. അവിടെയുള്ള ദൃക്സാക്ഷികൾ പറയുന്നതനുസരിച്ച് ഉച്ചയ്ക്ക് 40 പേർക്കുള്ള ഊണാണ് അങ്ങോട്ടേക്ക് കൊണ്ടുപോയത്. ആ ഒരു കണക്കനുസരിച്ചാണ് 40-ലധികം പേർ, അല്ലെങ്കിൽ 40 പേർ അവിടെ ഉണ്ട് എന്നൊരു വിവരം പുറത്തു വരുന്നത്. ഈ ഉച്ചയ്ക്ക് അവർക്ക് ആഹാരം നൽകുന്നതിന് വേണ്ടി 40 ഊണാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ടാണ് 40 പേരാണ് അവിടെ അകപ്പെട്ടതെന്നൊരു വിവരം ലഭിക്കുന്നത്. പക്ഷെ അതിപ്പോഴും സ്ഥിരീകരിക്കേണ്ടതുണ്ട്. 8 പേരുടെ നില ഗുരുതരമാണ്. ഈ അതീവ ഗുരുതരമുള്ള ആളുകളെ മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. സ്വകാര്യ ആശുപത്രികളും സജ്ജമാകാൻ ആരോഗ്യ വകുപ്പ് ഡയറക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
സമീപത്തെ എല്ലാ ആശുപത്രികളിലും അത്തരത്തിലുള്ള നിർദ്ദേശം വരുന്നുണ്ട്. ആളുകളെ അവിടെ എത്തിക്കുമ്പോൾ അത്രയും വേഗം അവർക്ക് ചികിത്സ നൽകാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തണം. കാര്യങ്ങളെല്ലാം തന്നെ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചുകൊണ്ടൊരു നിർദ്ദേശവും നൽകുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ വരുന്ന വിവരം അനുസരിച്ച് രക്ഷാദൗത്യം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രക്ഷാപ്രവർത്തനത്തിലും വലിയ വെല്ലുവിളിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ആ തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. വീണ്ടും ഈ അവിടെയുള്ള സ്ഫോടന വസ്തുക്കൾ പൊട്ടിത്തെറിക്കുന്ന സാഹചര്യമായതിനാൽ അങ്ങോട്ടേക്ക് ആർക്കും പ്രവേശിക്കാൻ കഴിയുന്നില്ല. കാരണം അവരുടെ ജീവന് പോലും അപകടമാകുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തകർ പറയുന്നതനുസരിച്ച് ശരീരഭാഗങ്ങൾ ചിതറിയ നിലയിലാണ് പലയിടങ്ങളിലും കാണപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ മരണങ്ങൾ ഉണ്ടോ എന്നൊരു സംശയമാണ് നമുക്കിപ്പോൾ ഉയർന്നു വരുന്നത്. ഈ 5 വെടിക്കെട്ട് പുരകളും കത്തി നശിച്ചു. ഈ തുടർ സ്ഫോടനങ്ങളാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായി നിൽക്കുന്നത്. 5 പുരകളും കത്തി നശിച്ചു, പൂർണ്ണമായും കത്തി നശിച്ച നിലയിലാണ്. എങ്കിൽ പോലും കൂടുതൽ വലിയ സ്ഫോടക വസ്തുക്കൾ ഉള്ളിടത്തേക്ക് തീ പടർന്നിട്ടില്ല എന്നുള്ളത് വലിയ ആശ്വാസമാണ്. അങ്ങനെയാണെങ്കിൽ വീണ്ടും വലിയൊരു അപകടം തന്നെ സംഭവിക്കും. കൂടുതൽ ശബ്ദത്തോടു കൂടി അല്ലെങ്കിൽ വലിയ നവമി, ഞാൻ ഒരു മിനിറ്റ് നവമിയിലേക്ക് മടങ്ങി വരാം. ശ്രീ ടി എൻ പ്രതാപൻ എന്നോടൊപ്പം ഉണ്ട്. ശ്രീ ടി എൻ പ്രതാപൻ, ഇത് വളരെ ദുഃഖകരമായൊരു വാർത്തയാണ് നമുക്ക് പ്രേക്ഷകർക്ക് നൽകേണ്ടി വരുന്നത്. 3 പേരുടെ മരണം സ്ഥിരീകരിച്ചു എന്ന വിവരങ്ങൾ കൂടി വരികയാണ്. മറ്റാളുകളുടെ രക്ഷാപ്രവർത്തനം ഏത് തരത്തിൽ നീങ്ങുന്നു എന്നാണ് അങ്ങേക്ക് മനസ്സിലാകുന്നത്? ഈ ആശുപത്രികളിലൊക്കെ ഇതിനു വേണ്ട സജ്ജീകരണങ്ങൾ ഉണ്ടായെന്ന് പറയുന്നു. അതൊക്കെ എങ്ങനെയുണ്ട്? എന്താണ് അങ്ങേക്ക് അതിൽ നിന്ന് ആദ്യം അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്? വളരെ ദുഃഖകരമായ വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ വരെ തൃശ്ശൂരിലെ മാധ്യമപ്രവർത്തകന്മാർ, ദൃശ്യമാധ്യമ പ്രവർത്തകന്മാരടക്കം ഈ മുണ്ടത്തിക്കോട് ഇവിടെ വന്ന് ഈ വെടിക്കെട്ട് നിർമ്മാണശാലയിലെ കാര്യങ്ങളെല്ലാം വാർത്തയാക്കിക്കൊണ്ടിരുന്നതായിരുന്നു. തൃശ്ശൂർ പൂരത്തിന് വേണ്ടിയുള്ള ഈ തയ്യാറെടുപ്പിന് ഈ സത്യം പറഞ്ഞാൽ ഒരു വേണ്ട കരുതൽ ഉണ്ടായോ എന്ന് ഇപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുകയാണ്. അതിന് ജില്ലാ കളക്ടറും ജില്ലാ ഭരണകൂടവും വലപ്പള്ളി തഹസിൽദാരും അടക്കമുള്ള ആളുകൾ കൃത്യമായി മറുപടി പറയേണ്ടതുണ്ട്. ഏതായാലും 8 പേരുടെ നില വളരെ ഗുരുതരമാണെന്നാണ് മനസ്സിലാക്കുന്നത്. തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും സജ്ജീകരണങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട് എന്നാണ് ഡെപ്യൂട്ടി സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് ഇനി ആർക്കും ജീവഹാനി സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് നമ്മൾ ആശിക്കുന്നത്. ഇവിടെ ഒരു വലിയ വെല്ലുവിളിയായി പറയുന്നത് ശ്രീ ടി എൻ പ്രതാപൻ, ഈ തുടർ സ്ഫോടനങ്ങൾ ഇങ്ങനെ ഉണ്ടാകുന്നു. അപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് അതൊരു വലിയ വെല്ലുവിളിയാണ്. വലിയൊരു സ്ഥലത്ത് അപ്പുറത്ത് വെടിപൊട്ടുന്നു, അപ്പോൾ അത് പുക ഇങ്ങനെ വരുന്നു, കാഴ്ച പ്രശ്നം, അതൊക്കെ വലിയ വെല്ലുവിളിയാകുന്നു. അപ്പോൾ അതാണ് ഒരു ഇത്. പക്ഷേ അതിൽ പരിസരത്ത് ആളുകളില്ലെന്നാണ്, വീടുകളില്ലാത്തൊരു പാടത്തിന് നടുവിലാണല്ലോ ഇത് ഉള്ളത്. അതുകൊണ്ട് കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.